ഹലോ മുത്തുണീസ്, ഇന്നത്തോടെ മെഡിക്കൽ കോളേജിലെ വീഡിയോസ് അവസാനിക്കുക കേട്ടോ. എല്ലാം കൂടി ഒരൊറ്റ വീഡിയോയിൽ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇന്ന് ഞങ്ങൾ ഡിസ്ചാർജ് ആവാണ് കേട്ടോ. രാവിലെ നൂൽപുട്ടും ഗ്രീൻ പീസ് കറിയായിരുന്നു കേട്ടോ. അടിപൊളിയാന്ന് കാത്തു പറയുന്നുണ്ട്. ഉച്ചയ്ക്ക് ചോറും പച്ചക്കറിയും മോരുകറിയും ഉപ്പേരിയും എല്ലാം ഉള്ള പൊതിച്ചോറായിരുന്നു കേട്ടോ. കാത്തുവിന് പച്ചക്കറി ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ നേഴ്സ് വന്ന് ദിലുമോൻ്റെ കയ്യിൽ നീഡിലൂരി. ഇനി ഇഞ്ചക്ഷനോ മരുന്നോ കാര്യങ്ങളോ ഇല്ലല്ലോ, നേരെ വീട്ടിലോട്ട് പോവല്ലേ. കാത്താണ് കേട്ടോ ദിവസം ഗുളിക കൊടുക്കുന്ന ആള്. എന്നോട് പറയും ഞാൻ കൊടുക്കാം, എൻ്റെ കൈ കൊണ്ടാന്ന്. അങ്ങനെ ഓരോ ഗുളിക അവളാണ് കൊടുക്കുന്നത്. അങ്ങനെ കൊടുക്കുമ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷമാണ്. അങ്ങനെ ആ ഡ്യൂട്ടി എല്ലാ സമയത്തും അവളാണ് ഏറ്റെടുക്കുക. കുടിച്ചില്ലെങ്കിൽ അവൾ ഇരുന്ന് അവനെ കുടിപ്പിക്കും. അങ്ങനെ വാർഡുന്ന എല്ലാ സാധനം എടുത്ത് ഞങ്ങൾ ഇറങ്ങാൻ കേട്ടോ. അപ്പോൾ കുറച്ച് വെള്ളം ഞങ്ങളുടെ അടുത്ത് ബാലൻസ് ഉണ്ടായിരുന്നു, മനോട്ടം കൊണ്ട് തന്നെ. ആ വെള്ളം ഞങ്ങൾ അടുത്തുള്ള ബെഡിൽ അവർക്ക് കൊടുത്തു. ബാക്കിയുള്ള സാധനങ്ങളൊക്കെ എടുത്ത് ഞങ്ങൾ ഇറങ്ങി. എനിക്കൊരു അനിയൻകുട്ടനെ കിട്ടിയിട്ടുണ്ട് അവിടുന്ന്. പ്രഭുൽ, മനു എന്ന് വിളിക്കും. അവൻ നല്ല ഉറക്കമായിരുന്നു. ഞാൻ അവനെ തട്ടി വിളിച്ചിടാ, ഞാൻ പോവാണ് കേട്ടോ എന്ന് പറഞ്ഞു. ഉറക്കപ്പിച്ചിൽ അവൻ നോക്കി എന്നൊക്കെ പറഞ്ഞു. പിന്നെ അവൻ പെട്ടെന്ന് ചാടി എണീറ്റ് അയ്യോ നിങ്ങൾ പോവാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞങ്ങൾ പോവാ. നിങ്ങൾ പോണ്ടേച്ചിയേ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പോകണം മോനെ, നിങ്ങൾ എത്രയും പെട്ടെന്ന് ഡിസ്ചാർജ് ആയി വീട്ടിലേക്ക് പോകുമെന്ന് പറഞ്ഞു. അപ്പോൾ കാത്തു പറഞ്ഞു ഈ വെള്ളം കൂടി ഞാൻ ചേട്ടന് കൊടുക്കട്ടെ എന്ന്. ഞാൻ പറഞ്ഞു ആ മോള് പോയി കൊടുത്തു പോവാന്ന്. അങ്ങനെ മോനേട്ടനും കാത്ത വെള്ളം കൊടുക്കുക അവരുടെ അടുത്തേക്ക് പോയിട്ടോ. പിന്നെ ഞങ്ങൾ എല്ലാവരോടും യാത്ര പറഞ്ഞു. ഡിസ്ചാർജ് ആയി പോകുന്നതിൻ്റെ സങ്കടം. ഇതാണ് ദിലുവിൻ്റെ ബെഡ്. ബെഡിനോട് ടാറ്റ പറയും. കാത്തു പോയിട്ട് ചേച്ചിയെ നിങ്ങൾ വേഗം ഡിസ്ചാർജ് ആവട്ടെ. ഇത് ഞങ്ങൾ ഒരേ ഒരു ബ്രദറാട്ടോ. ബ്രദറിനോടും സിസ്റ്ററിനോടും ഡോക്ടറോടും എല്ലാവരോടും യാത്ര പറഞ്ഞു. കാത്തുവിന് അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അവൾ ഓരോരോ കുറുമ്പ് കാട്ടി അവർ വാർഡ് കൂടെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരുമായിരുന്നു. അങ്ങനെ വാർഡ് 38 ഞങ്ങൾ യാത്ര പറഞ്ഞു. വാർഡിൽ നിന്ന് ഇറങ്ങി. ഇനി തിരിച്ചിങ്ങോട്ട് വരാൻ ഒരു അവസരം ഉണ്ടാവരുതെന്ന പ്രാർത്ഥന മാത്രം. ഡിസ്ചാർജ് ആയെങ്കിലും ഇൻഷുറൻസ് എല്ലാം ശരിയാക്കി പുറത്ത് കിടക്കാനാട്ടോ ഒരുപാട് സമയം വേണ്ട. അതിനുശേഷം മരുന്ന് വാങ്ങിക്കാൻ വേണ്ടി കുറേ നേരം അവിടെ ക്യൂ നിന്നു. 2-3 ഗുളികളൊക്കെ ഹോസ്പിറ്റലിൽ തന്നെ കിട്ടി. ബാക്കി അത്രയും നേരം സമയം പോകുന്നതുകൊണ്ട് ഞാൻ പുറത്ത് പോയി വാങ്ങിച്ചു. അതിനുശേഷം ഇൻഷുറൻസ് ശരിയാക്കാൻ വേണ്ടി കുറേ സമയം അവിടെയും പോയി. ഒരു ദിവസം 4-5 പ്രാവശ്യം കൂടി നടന്ന വഴികൾ അതൊക്കെ ഓരോ ടെസ്റ്റിനും വേണ്ടിയിട്ട്. ഇനി തിരിച്ചൊരു നടത്തം ഭഗവാൻ ഉണ്ടാക്കാണ്ടിരിക്കട്ടെ. നടത്തം നേരെ വീട്ടിലേക്ക്. രാവിലെ 10 മണിക്ക് ഡോക്ടർ വാർഡിൽ വന്നിട്ട് ഡിസ്ചാർജ് ചെയ്തതാണ് കേട്ടോ. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഡിസ്ചാർജ് ആകുമ്പോൾ സമയം 4-5 മണിയായിട്ടുണ്ട്. ഇൻഷുറൻസ് ശരിയാക്കാനും ഗുളിക വാങ്ങാനും എല്ലാം കൂടി ആയപ്പോൾ സമയം ഒരുപാട് വൈകി. വീട്ടിലെത്തിയപ്പോൾ ദില്ലുവിന് നല്ല പെരുന്നാൾ ബിരിയാണി കിട്ടി കേട്ടോ.